നമസ്കാരം. പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ തുടർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിന്റെ ഭരണസിംഹാസനങ്ങളിലേക്ക് കയറിക്കൂടണമെന്നുള്ളതും മാത്രമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഏക ആവശ്യം. അതിനുവേണ്ടി നട്ടാൽ കുറുക്കാത്ത എന്ത് നുണയും പറയും, എന്ത് വാഗ്ദാനവും നൽകും. വേണമെങ്കിൽ മാനത്ത് നിൽക്കുന്ന അമ്പിളി മാമനെ പിടിച്ചുകൊണ്ട് തരാമെന്ന് പോലും പറയാൻ മടിക്കില്ല എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് നിന്നത്. എന്നാൽ പപ്പുമോൻ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നതോടുകൂടി അമ്പിളിമാമനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പിടിച്ചു കൊടുക്കാമെന്നൊരു വാക്കും കൊടുത്തിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്കൊന്ന് അമർന്നിരുന്നില്ല. അതിനു മുൻപ് ആദ്യത്തെ വലിയ വാഗ്ദാനമായ പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് വേണ്ടി സ്ത്രീകൾ മുഴുവൻ മുറവിളി കൂട്ടി തുടങ്ങി. ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി കിട്ടിയ മുഖ്യമന്ത്രി കസേര നഷ്ടമാകാതിരിക്കാൻ സതീശൻ രണ്ടും കൽപ്പിച്ച് പദ്ധതി നടപ്പിലാക്കി. മാസം 1 തികയുമ്പോൾ സതീശന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയദർശിനി കട്ടപ്പുറത്തായി. ഖജനാവ് കാലിയാണെന്നും ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും പറഞ്ഞ സതീശനാണ് പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഒരല്പം ദുർബലയായിരുന്നിട്ടും ഗർഭിണിയായിരുന്നിട്ടും തട്ടിയും മുട്ടിയും മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന KSRTCയെ ഞാൻ കൈവിടില്ല എന്നും 2 കൈയും നീട്ടി ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ വലിയ താല്പര്യം കാണിച്ചത്. ഗതാഗത മന്ത്രിയുടെ ഉറപ്പം വന്നു. KSRTC ജീവനക്കാർക്ക് ഒരാൾക്ക് പോലും ഇല്ലാതെ ശമ്പളം കൊടുത്തിട്ടേ ഞാൻ എൻ്റെ ശമ്പളം എടുക്കൂ എന്ന്. കാര്യങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗതാഗത മന്ത്രിക്ക് ഒരുപാട് കാലം ആ കസേരയിൽ ഇരിക്കേണ്ടിയും വരില്ല, ശമ്പളം എടുക്കേണ്ടിയും വരില്ല. 1 മാസം പിന്നിട്ട് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി പദ്ധതി മുന്നോട്ട് പോവുകയാണ്. വൻ സ്വീകാര്യതയാണ് വനിതാ യാത്രക്കാർക്കിടയിൽ പദ്ധതിക്കുള്ളത്. 1 മാസം കൊണ്ട് ഏകദേശം 95 കോടി രൂപയുടെ സൗജന്യ യാത്രയാണ് പൂർത്തിയായത്. 3 കോടി സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്തു. പ്രതിദിനം ശരാശരി 11 മുതൽ 12 ലക്ഷം സ്ത്രീ യാത്രക്കാർ KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നുണ്ട്. 3125 ഓർഡിനറി ബസ്സുകളാണ് സൗജന്യ യാത്രയ്ക്കായി സർവീസ് നടത്തുന്നത്. സ്ത്രീ യാത്രക്കാരിൽ 40% വരെ വർധനവുണ്ടായിട്ടുണ്ടെന്നും KSRTCയുടെ കണക്കുകൾ പറയുന്നു. അതേസമയം KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുകയാണ് എന്നതാണ് മറ്റു വശത്തെ വാസ്തവം. സൗജന്യ യാത്രയ്ക്ക് സർക്കാർ നൽകുന്ന സഹായധനം വൈകുന്നതാണ് കാരണം. ഇതുവരെ 100 കോടി മാത്രമാണ് ലഭിച്ചത്. ഇതിൽ 50 കോടി നിലവിലുള്ള ധനസഹായമാണ്. 1 മാസത്തിനിടെ ഏകദേശം 95 കോടിയുടെ സൗജന്യ യാത്രയാണ് അനുവദിച്ചത്. ധനസഹായം വൈകുന്ന സാഹചര്യത്തിൽ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുക്കാനുള്ള സാധ്യത KSRTC തേടിയിട്ടുണ്ട്. SBI കൺസോർഷ്യത്തിൽ നിന്നുള്ള 50 കോടിയുടെ പ്രതിമാസ ഓവർഡ്രാഫ്റ്റ് പരിധി ഉയർത്തിക്കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്. സൗജന്യ യാത്രയിൽ ദിവസം 3.5 കോടിയുടെ വരുമാന നഷ്ടമാണ് കണക്കാക്കുന്നത്. സ്വകാര്യ ബസ് വ്യവസായം വൻ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് എന്നത് മറ്റൊരു വാസ്തവം. മുതലാളിമാരും തൊഴിലാളികളും ഒരുപോലെ ആശങ്കയിലാണ്. മറ്റു ജോലിയെപ്പോലെ പണി കഴിഞ്ഞ് മുതലാളിയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന രീതിയല്ല പ്രൈവറ്റ് ബസ്സുകളിലുള്ളത്. ബസ് ഓട്ടം അവസാനിപ്പിക്കുമ്പോൾ ഡീസലിൻ്റെതടക്കം മറ്റു ചെലവുകളും സ്വന്തം കൂലിയും കഴിഞ്ഞ് ബാക്കി പണം മുതലാളിക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ സ്ഥിതിയിൽ അങ്ങോട്ട് കൊടുക്കാൻ ഒന്നുമില്ലാതായെന്നും അതുകൊണ്ട് തങ്ങളുടെ കൂലിയിൽ കുറവ് വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുതലാളിക്ക് പണം കൊടുക്കുന്നതെന്നും ബസ് ജീവനക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ ദിവസം 1200 മുതൽ കൂലിയുള്ളവർ അത് 900 അല്ലെങ്കിൽ 800 ആക്കിയാണ് കുറച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പകുതിയോളം സ്വകാര്യ ബസ്സുകൾക്ക് പ്രിയദർശിനി പദ്ധതി തിരിച്ചടിയായിട്ടുണ്ട്. യാത്രക്കാരുടെ വരുമാനത്തിന് പുറമെ ബസ്സുകളിൽ പരസ്യം പതിച്ചുകൊണ്ട് വരുമാനം നേടാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ബസ്സിനകത്തും പുറത്തും പരസ്യം പതിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരസ്യം കൊണ്ട് ക്ഷീണം നികത്താൻ കഴിയില്ല എന്നത് സ്വകാര്യ ബസ് ഉടമകളുടെ നിലപാട്. പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കിയതിലൂടെ സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പഠിക്കാൻ സർക്കാർ പ്രത്യേക കമ്മിറ്റിയെ രൂപവൽക്കരിച്ചിട്ടുണ്ട്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ K. പത്മകുമാറാണ് കമ്മിറ്റി ചെയർമാൻ. സ്വകാര്യ ബസ്സുകൾക്ക് ബസ്സിനകത്തും പുറത്തും പരസ്യം പതിക്കാൻ അനുമതി നൽകുമെന്നും സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപവൽക്കരിക്കുമെന്നും ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ അറിയിച്ചിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും KSRTCയുടെയും പ്രൈവറ്റ് ബസ്സുകളുടെയും നിലവിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നില്ല എന്ന് ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മാത്രമല്ല കേരളത്തിലെ ഓരോ കൊച്ചു കുട്ടികൾക്കും അറിയാം. അതുകൊണ്ടാണ് സതീശൻ എടുത്താൽ പൊങ്ങാത്ത വാഗ്ദാനം തന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മര്യാദയ്ക്ക് ആന വാ തുറക്കുന്നത് കണ്ട് അണ്ണാൻ ആണെന്ന് ഓർക്കാതെ സതീശ വാ തുറക്കരുത് എന്ന് പറഞ്ഞത്. ഒന്നാമത് മുഖ്യമന്ത്രി കസേര തന്നെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവസാന നിമിഷം വരെയും സതീശന് ഉത്കണ്ഠയായിരുന്നു.
അവസാനം ഓരോരുത്തരെ ഒതുക്കി പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയ മുഖ്യമന്ത്രി കസേര നഷ്ടമാകാതിരിക്കാൻ വേണ്ടി എന്തു കടുങ്കയും ചെയ്യാൻ തയ്യാറായി നിന്ന സതീശനുണ്ടോ ഇത് വല്ലതും കേൾക്കുന്നു. പ്രഖ്യാപനങ്ങൾ നടത്താൻ എളുപ്പമാണ്. പക്ഷേ ഓരോ മാസവും KSRTCയെ പോലെ വലിയൊരു മേഖലയ്ക്ക് ആവശ്യമായ പണം സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ പണിയല്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലുമില്ലാത്ത ഒരാളാണ് കേരളം ഭരിക്കുന്നതെന്നോർക്കുമ്പോൾ ഒരല്പം നാണക്കേടുണ്ട്. അന്നേ പൊതുജനം പറഞ്ഞതാണ് വൃദ്ധർക്കും കുട്ടികൾക്കുമാണ് ഈ സൗജന്യം കൊടുക്കുന്നതെങ്കിൽ പോലും ഞങ്ങൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാണ് എന്ന്. വെറുതെ ഒരു കോർപ്പറേഷനിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ കഞ്ഞിയിൽ പാറ്റയിടേണ്ട കാര്യമില്ല എന്ന്. കോർപ്പറേഷൻ പൂട്ടിക്കെട്ടിക്കരുത് സതീശ എന്ന് കേട്ടില്ല. ഈ പറഞ്ഞ ഒരു വാക്കുകളും കേട്ടില്ല. എന്തു പറഞ്ഞാലും ചുണ്ടുകൊട്ടി ഇളിച്ചു കാണിച്ച് പൂക്കിത്തരം റീൽ കളിക്കുന്ന സതീശൻ കേരളത്തിന്റെ നല്ലവനായ ഉണ്ണി മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? സ്ഥിരം യാത്രക്കാർക്ക് പല ബസ്സുകളിലും കയറാനും പറ്റുന്നില്ല. KSRTC ജീവനക്കാരുടെ വയറ്റ് തടിച്ചതുപോലെയും ഉന്തിയും തള്ളിയും ബസ്സിൽ കിടന്ന് ഞെങ്ങി ഞെരുങ്ങി കണ്ടക്ടർമാരുടെ ആരോഗ്യവും പോയി. ആളു നിറഞ്ഞ വണ്ടി ചരിഞ്ഞും മറിഞ്ഞും ഓടിച്ച് ഡ്രൈവർമാരുടെ ആരോഗ്യവും ക്ഷയിച്ചു. എന്നാലും സമാധാനം, ശമ്പളം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതാണ്ട് ആ പ്രതീക്ഷയും ഇപ്പോൾ കഴിഞ്ഞ മട്ടാണ്. ഇനി ഓണത്തിന് ബോണസും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ കൂടി സർക്കാർ ജീവനക്കാർക്കും അല്ലാതെയും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുക്കേണ്ട അധിക ബാധ്യത സർക്കാരിനുള്ള സമയത്താണ് ഇത്തരം ഒരു അധിക ഭാരം കൂടി വന്ന് നിൽക്കുന്നതെന്ന് ഓർക്കണം. ഓണം കഴിയുമ്പോഴും സതീശൻ സർക്കാർ കേരളത്തിലുണ്ടായാൽ നല്ലത്. മിക്കവാറും മാവേലിക്കൊപ്പം സതീശനും പാതാളത്തിലേക്ക് താമസം മാറ്റാനാണ് സാധ്യത.